പാമ്പിരിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ഡേ 2 ആണ്. മൂകാംബികയിലെ ഇന്ന് അമ്പലത്തിൽ കയറണം, ഗുഡജാത്രയിൽ പോകണം, അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട്. ഇന്ന് രാത്രി ട്രെയിനിങ് കയറണം. എല്ലാവരും എണീറ്റ് വരണേ ഉള്ളൂ, ഇറങ്ങണുണ്ട്. ഇനി പോയി ഡ്രസ്സ് മാറിയിട്ടൊക്കെ വരാം. ശരി. അങ്ങനെ ഞാൻ എൻ്റെ ആവശ്യം കൂടെ ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് അപ്പോഴത്തേക്കും അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് ഇത് ബാക്ക് സൈഡ് ആണെന്ന് ഇപ്പം ഇവിടുത്തെ നമ്മൾ കടയിൽ ഈ സോപ്പ് കടയിൽ ചോദിച്ചാൽ പറഞ്ഞാൽ ഇത് ബാക്ക് സൈഡാണ്. അപ്പം ഫ്രണ്ട് ആ സൈഡാണ്. അപ്പം ജസ്റ്റ് ഒരു സോപ്പ് കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ബാക്ക് സൈഡ് പോയി. പിന്നെ ഇതിപ്പോൾ അവന്മാർ ഇറങ്ങി കഴിഞ്ഞാൽ ശമ്പൊക്കെ അറിഞ്ഞ മൊട്ട സീനൊക്കെ അവനെ വിളിക്കാൻ നമ്മൾ രാവിലെ മണി 7:30 കൂടെ ആയി. 7:30 ഇറങ്ങി ചെല്ലണമെന്ന് പറഞ്ഞത്. കൊച്ചിൻ്റെ എഴുത്തല്ലേ വിദ്യാരംഭം. അപ്പൊ അതൊന്നുമില്ലല്ലോ, ജസ്റ്റ് അടിച്ചു നമുക്ക് ഇതൊന്നും ശീലമില്ല ഈ വീഡിയോ ഒന്നും പിടിച്ച്. അപ്പോഴേ അതിൻ്റെയൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നല്ല മഴയുണ്ട്. നമ്മൾ കുറച്ചൊരു അമ്പലം കാണാം. അങ്ങനെ പ്ലാന് വീണ്ടും മാറ്റി. അമ്പലത്തിൽ നല്ല ദൂരമുണ്ട്, അതുകൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ ഇടി കുടിക്കുന്നു. ചായ മഴ കാണാമോ? മഴ ശരത്തിറങ്ങിയാടേ നീള. ഞാൻ എൻ്റെ ഫുൾ കോസ്റ്റ്യൂം ഒന്ന് എടുത്തോട്ട്. ഇതാണ് ശരത്തിൻ്റെ ഫുൾ കോസ്റ്റ്യൂം. ചെരുപ്പിത് തന്നെ. ഓക്കെ, സെറ്റ് തന്നെ. ഇനി വേണം ഒന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നു പുറത്ത്. ഇനി ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അങ്ങനെ ഇറങ്ങി പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഫുള്ള് ടെമ്പിൾ വൈബാണ്. ശംഭു ഈസ് ഹിയർ, രാകേഷ് ഈസ് ഹിയർ. ടോട്ടൽ കോസ്റ്റ്യൂം ഒന്നും കാണിക്കാൻ പറ്റില്ല. കുറച്ച് ലേറ്റായത് കാരണം ഭയങ്കര വെപ്രാളം വരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചിറക്കി അവിടെ നിന്ന്. ഇവിടം തൊട്ടാണ് ഇനി അമ്പലം സ്റ്റാർട്ട് ചെയ്യണത്. നമ്മളിതിൽ ഇതുവഴി ആണ്ട ദർശനം കണ്ടില്ലേ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. ഈ അഴിച്ചിട്, അഴിച്ചിടാ. ഇതാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? ഷോർട്ടാ? കുഴപ്പമൊന്നും കേൾക്കാൻ പറ്റും. രാവിലെ തന്നെ ഹെവി മഴ, അതുകൊണ്ട് പെട്ടെന്ന് ശരത്തിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മൂകാംബിക വന്ന് അവളെ ആദ്യാക്ഷരം എഴുതിക്കണമെന്ന്. അതുപോലെ തന്നെ ആ ഭാഗ്യം ദൈവം തന്നെ സാധിച്ചു കൊടുത്തു. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. നമ്മളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ആദ്യാക്ഷരം മംഗളമായി തന്നെ കഴിഞ്ഞു. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ടായിരിക്കും തിരക്കും വളരെ കുറവായിരുന്നു. മൂകാംബികയിൽ സാധാരണ നവരാത്രി സമയത്താണ് തിരക്ക് കൂടുതലുള്ളത്. നമുക്ക് തിരക്ക് കുറവുള്ളത് കൊണ്ട് മനസ്സമാധാനമായിട്ട് തൊഴുവാനും പറ്റി. ഇനി ഒരു വട്ടം കൂടെ മൂകാംബികയിൽ വരണം. അത് തനുവിൻ്റെ എഴുത്തിനാണ്, അതായത് എൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെ. അങ്ങനെ ഇന്നത്തെ മൂകാംബിക പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കണം, പിന്നെ ഇത് കഴിഞ്ഞ് ഗുഡജാത്രയിൽ പോകണം. നല്ല മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര മഴയാണ് ഗൈസ്. മഴയില്ലായിരുന്നെങ്കിൽ പൊളിച്ചേനെ. കുഴപ്പമില്ല, മഴ ഒരു നല്ല രസമുണ്ട്. നല്ല ചൂടൊന്നും ഇല്ല, നല്ല കുളിരേക്ക് പോകാം. അതാണ്. ഇനി ഫുഡ് കഴിക്കാം. മഴ വേറൊരു വൈബാണ്. നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നീ കഴിച്ചിട്ട്
ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശയാണ്. ശംഭു മസാല ദോശ, രാകേഷ് പൂരി സെറ്റാണ് വാങ്ങിയത്. അപ്പം കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി. ശംഭുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നോ? ഫുഡ് കൊള്ളൂലായിരുന്നു ഗൈസ്. കൊള്ളൂലായിരുന്നു. വട ഉഴുന്നോടെ മാത്രം കൊള്ളാം. ഞാൻ മസാല ദോശ കഴിച്ച, ഇവന് മസാല ദോശ കഴിച്ച. പക്ഷെ എനിക്ക് മസാല ദോശ ഇഷ്ടപ്പെട്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവിടെ പൂരി മസാല എങ്ങനെ ഉണ്ട്? പൂരി മസാലയും ചമ്മന്തിയും കൊള്ളായിരുന്നു. അത് സെറ്റായിരുന്നു. വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൊള്ളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ 400 കൂടെ 590 നമ്മളെ നാട്ടിലാതെ. നമ്മൾ അത്യാവശ്യം കഴിച്ചായിരുന്നു. അത് ശരിയാ. മസാല ദോശ ഇത്തിരി സീനായിരുന്നു, പക്ഷെ മസാല സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു. നേരെ റൂമിലോട്ടാണ് പോകണം. ഫോണൊന്ന് ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഗുഡജാത്രയിലോട്ട് പോകണം. അത്രേ ഉള്ളൂ. യവന്മാരാണ്ട് യൂണിഫോം, ഞാൻ പച്ചയിലായിപ്പോയി. കുഴപ്പമില്ല. രാകേഷിന് ഡ്രസ്സ് ചേരണുണ്ട് കേട്ടോ. ശംഭു പിന്നെ പേശയായിരുന്നു എടുത്താൽ മുണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഞാനും കറുത്ത പേശയായിരുന്നു. ഇന്നലെ ഇങ്ങനെയല്ലേ വണ്ടി ഓടിച്ച, കാർ ഓടിച്ച അല്ലേ? അങ്ങനെ നമ്മൾ റൂം എത്താറായി. റൂം ഒരു സുഖക്കുറവല്ലേ? നമ്മളെ റൂം മാത്രം അത്ര കൊള്ളൂലായിരുന്നു. ഒരു സുഖക്കുറവ്, ഒരു പൊടിയും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെവിടെ കിടന്നാലും കിടക്കും. നമുക്കങ്ങനെ പൊടിയുന്ന അങ്ങനെയൊന്നുമില്ല. എന്നാലും അങ്ങനെ നമ്മൾ ഗുഡജാത്രയിൽ പോകാൻ വേണ്ടി റെഡിയായി. അയ്യോ, അങ്ങനെ ശംഭു റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. രാകേഷ് ഇറങ്ങിയാടേ. ഓക്കെ ഓക്കെ. ശരത, ശംഭുവാ? ശരത്തിൻ്റെ കൊച്ച് അവൾക്ക് നാണോ? റെഡിയാ? എങ്ങനെ റെഡിയാ? ഓക്കെ തന്നെ? പവറാണോ? സെറ്റ് 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 സെറ്റ്. ഒറ്റക്കയിൽ കറക്ക്. നമ്മളിപ്പം പോകുന്നത്, നമ്മൾ 13 പേരായതുകൊണ്ട് 2 ജീപ്പിലാണ് പോകുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ജീപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര ഇവിടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചപ്പോൾ അവർ പറയുന്നു വണ്ടിക്കകത്ത് പാട്ടിട്ടുണ്ട്, പോകാൻ പറ്റുന്നത് ചെക്ക് ചെയ്യുന്ന സ്പീക്കർ ആയിട്ടുള്ള പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ചെറുതായിട്ട് പണി കിട്ടി. നമ്മൾ പോണ വണ്ടി എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അങ്ങനെ വേറൊരു വണ്ടി പിടിച്ച് ഷിഫ്റ്റ് ചെയ്ത് അതിലോട്ട് പോകാൻ പോകണം. ഓക്കെ, അടുത്ത വണ്ടി വന്നു. ഇതാണ് നമ്മൾ അടുത്ത വണ്ടി. അങ്ങനെ ഇവിടം തൊട്ടാണ് ഇനി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് അതിന് മുന്നേയായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുപോകണമെങ്കിൽ തിരിച്ചു കൊടുക്കണം, പൈസ അടയ്ക്കണം. അത്രേ ഉള്ളൂ. ഇവിടം തൊട്ടാണ് ആദ്യം, ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഓഫ് റോഡാണ് സ്റ്റാർട്ട് ചെയ്ത് കയ്യിലടിക്കല്ലേ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ 2 കിലോമീറ്റർ നടക്കണം അല്ലേ? അല്ല, ഇനി ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ? 1.5 കിലോമീറ്റർ. ഓക്കെ ബൈ. 3 മണിക്കോ? മണി ഇപ്പൊ 1:15. ഇനി 3 മണിക്ക് തിരിച്ചു വരണം. ഇനി ശബരിമല യാത്ര. ഓക്കെ, തുടങ്ങാനേ? അവിടെ നിന്ന് കഴിഞ്ഞ് തുടങ്ങാൻ അങ്ങോട്ട് പോയിട്ട് മഞ്ഞുണ്ടല്ലോ. ഓ, നല്ല കോടമുണ്ട്, നല്ല കോടമുണ്ട്, നല്ല ക്ലൈമറ്റാണ്. മഴ കുറവാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നനഞ്ഞ് പണ്ടാരടങ്ങിയാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. മഞ്ഞ് പോയാലേ വ്യൂ കാണാൻ പറ്റുള്ളൂ. അതാണ്, ഒന്നും കണ്ടുകൂടാ.
ഫുഡാ കൊണ്ടുവന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശർക്ക് മാസി ഓഫ് റോഡാണ് ഇതൊക്കെ. ഭദ്രകാളി അമ്മ. ഓ ഇതിന്റെ ക്വാർട്ടേഴ്സ് പോലത്തെ മേലായി. നമ്മളിതാണോ കയറാനുള്ള? ഓ ഞാനും രാഗിയും രാകേഷ് മാത്രമേ ഉള്ളൂ. അയ്യോ മുത്തല്ല താമര കേട്ടില്ലത് നടന്ന് പണ്ടാരടവും. എങ്ങനെയുണ്ട് താന്നല്ലേ താന്ന് ബാക്കിയുള്ള ഫ്രണ്ടില് പോയി താഴ്ചയുണ്ട്. പിന്നെ അതെ നല്ല താഴ്ചയുണ്ട്. മോൻ കാശേ നല്ല കിടിലം വെള്ളം ഉണ്ടോ? കുടിക്കണ്ട. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? നമ്മളെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള 10 പേര് ഫ്രണ്ടിൽ നമ്മളൊരു അമ്പലം ഉണ്ടായി താഴെ ഇവിടെ പോറ്റിട്ട് അധികം പറഞ്ഞ് അത് കേൾക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അവർ നേരത്തെ കയറി നമ്മൾ 3 പേര് ബാക്കിലായി പോയി. നമ്മളെന്തായാലും നടന്ന് പിടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് അതാണ് നടന്നത്. പിന്നെ സ്പീഡിൽ പോകുന്ന വെച്ചാൽ വഴി അത്ര ടാസ്ക്കാണ്. നോക്കി നടന്നില്ലെങ്കിൽ കുഴിക്കാത്ത വീഴെ കാലൊക്കെ മടങ്ങി വീഴൊക്കെ ചെയ്യും. അതോ തന്നെ നല്ല വ്യൂ ഉണ്ട്. പക്ഷേ നല്ല കോട ഇറങ്ങിയത് കാരണം ക്ലിയറായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ നേരിട്ടത് ഫീൽ ചെയ്യുന്ന കാശ് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കരിപ്പന പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്നാണ് പറയണത്. അവൻ പറയണത് ചെയ്യണ്ട എന്നൊക്കെയാണ് അവൻ്റെ പരാതി. വല്ലാത്ത പരാതിയാണ്. രാകേഷിനി ഉടനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. ചുമ്മാ ഞാൻ ടിക്ടോക്ക് തുടങ്ങി അന്ന് തുടങ്ങിയാൽ മതിയാക്കിയോ. അവര് ടിക്ടോക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒന്നും ഇടാത്തോണ്ട് അവന് 2000 ഉണ്ടാടാ. വളർന്നു പറഞ്ഞ കലാകാരനാണ്. മഴ വന്നു. ഒരുപാട് നടക്കാനുണ്ട്. നടക്കാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ട്രക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഓഫ് റോഡ് ആണെങ്കിൽ കിട്ടില്ല. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരുപാട് നടക്കാനുണ്ട്. മാക്സിമം കൊടയോ റെയിൻകോട്ടോ എന്തായാലും കൊണ്ടുവന്നോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്വെറ്റർ അങ്ങനെയൊക്കെ എടുക്കണം. ഭയങ്കര തണുപ്പാ. അതാ നല്ല മഴയായിരുന്നു. ഇപ്പം തോന്നായിരുന്നു. നേരത്തെ നല്ല ഹെവി മഴയായിരുന്നു. നമ്മൾ സ്ട്രൈറ്റ് റോഡാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ തേരി കയറാനുണ്ട്. ഒരുപാട് തേരി കയറാനുണ്ട്. തേരി കയറുമ്പോൾ നമ്മുടെ അടുത്തത് തേരിയാണ്. 3 മണിക്ക് തിരിച്ചിറങ്ങണം. പക്ഷെ നമ്മൾ നടനി എത്ര മണിക്ക് എത്തുമെന്ന് അറിഞ്ഞൂടാ. തിരിച്ചുരുട്ട് അങ്ങനെ വരേണ്ടി വരും. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് തമ്പുരാൻ അറിയാം. 5 കിലോമീറ്റർ 5 മല. നമ്മൾ എത്തിയെന്നാണ് തോന്നണത്. ഒന്നും കണ്ടുകൂടാത്തോണ്ട് ഒന്നും അറിഞ്ഞൂടാ. ഇതാണ് ശങ്കരാചാര്യർ താമസിക്കുന്ന സ്ഥലമല്ലേ? പച്ചന പാമ്പാ. ഇത് തല എവിടെ?
മലയും കുന്നും താണ്ടി ഏറ്റവും ടോപ്പിൽ വന്ന ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലവും കൂടിയാണ് ഈ സ്ഥലം. കർണാടകയിൽ തന്നെ 13ാം സ്ഥാനത്താണ്, ഉയരം കൊണ്ട് 13ാം സ്ഥാനത്താണ് കുടജാത്രി നിൽക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 1300ഓളം ഹൈറ്റാണ് കുടജാത്രയ്ക്കുള്ളത്. നമുക്ക് പിന്നെ മഴ ആയതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല, ഒരുപാട് കാണാനൊന്നും പറ്റിയില്ല. നല്ല മഴയാണെങ്കിൽ കുടജാത്രയിലോട്ട് കയറ്റ പോലും ചെയ്യില്ല. നമുക്കെന്തോ ഭാഗ്യം കൊണ്ട് കയറാനും പറ്റി. അങ്ങനെ ശങ്കരാചാര്യനെ കണ്ട് നമ്മളിപ്പം മല ഇറങ്ങി തിരിച്ചിറങ്ങുകയാണ്. ഒരു കാടും മലയും കുന്നും എല്ലാം കടന്നാണ് ഇവിടോട്ട് എത്തിയത്. പക്ഷെ ഇവിടുത്തെ വൈബും പൊളിയായിരുന്നു, സെറ്റായിരുന്നു, എല്ലാം സെറ്റ് തന്നെ. ശരിക്കും നമ്മുടെ സ്വർഗവും നമ്മുടെ ഭൂമിയാണ്. ഇനി നമുക്ക് റൂമിൽ പോവാം. ഇനി വീണ്ടും കുലുങ്ങി അവിടെ എത്തുമ്പോൾ ഒരു ഛർദിക്കായിരുന്ന ഭാഗ്യം. ആകേശൊക്കെ ഛർദിച്ച് പരുവാവും. ഇങ്ങോട്ട് പറഞ്ഞ വഴി കുലുങ്ങിയത് കാരണം ഇവൻ ഒരു വട്ടം ഛർദിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ലോങ് ജേണിക്ക് ശേഷം വീണ്ടും റൂമിലെത്തിയിരിക്കുകയാണ്. നമ്മളെ കുടജാത്രി ട്രിപ്പ് കഴിഞ്ഞ് ഇനി രാത്രി, അതായത് വെളുപ്പം കാലത്ത് 3 മണിക്കാണ് അടുത്ത ട്രെയിൻ. അതിന് മുന്നായിട്ടൊരു ഷോപ്പിംഗ് ഉണ്ട്. പിള്ളേർക്കൊന്നും വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അവർക്കൊരു എന്തെങ്കിലും കളിപ്പാട്ടം എന്തെങ്കിലും വാങ്ങണം. അത് കഴിഞ്ഞ് വന്ന് ബാഗ് പാക്ക് ചെയ്യണം. പിന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാണ് സമയം കിട്ടണ സമയം നല്ല ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ അപ്പം ഇനി ഇറങ്ങാൻ നേരത്ത് കാണാം. ശമ്പൂടെ നമ്മളങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ ട്രിപ്പ് അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത മാസം അടുത്ത ട്രിപ്പ് വരുന്നത് ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണം. എല്ലാം പ്ലാനിങ്ങിൽ സെറ്റാണ്. ഇനി അടുത്ത മാസം പോയാൽ മതി. അതാണ്. രാകേഷ് കുമാർ വരൂ. അടുത്ത ട്രിപ്പിന് ഈ ബാക്കിൽ കാണുന്ന കോമാളിയെ കൊണ്ടുവരുന്നതല്ല. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം സ്ഥലത്തെത്തിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. നമ്മുടെ മൂകാംബിക കുടജാത്രി വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.